ഗുഡ് മോർണിംഗ് മുതികരൻസ്. ഇത് പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എല്ലാ മാസം 1-ാം തീയതി നമുക്ക് കറണ്ട് മന്തും ലാസ്റ്റ് മന്തും ബില്ലിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് മന്തിലേക്ക് നമ്മൾ ബില്ലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കറണ്ട് മന്തിൻ്റെ ഓഫേഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇനി തൊട്ട് വെച്ചാൽ മെയ് 1-ാം തീയതി തൊട്ട് നമ്മൾ പ്രീവിയസ് മന്തിലേക്കാണ് ബില്ല് ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തേക്കാണ് ബില്ല് ചെയ്യുന്നതെങ്കിൽ മെയ് മാസത്തെ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല, ഏപ്രിൽ മാസത്തെ ഓഫേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. ആകെ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ ലോയൽറ്റിയിൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അതും എലിജിബിൾ ആവുന്ന കേസിൽ മാത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, 1-ാം തീയതി ബില്ല് ചെയ്യുമ്പോൾ ഒരു ഓഫേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, മന്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ബിസിനസ്സും ക്ലോസ് ചെയ്യുക. കാരണം ഓരോ കലണ്ടർ മന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. ഈ 1-ാം തീയതി എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ മിസ്സിങ്, LPB മിസ്സിങ്, ഓഫേഴ്സ് മിസ്സിങ്, പ്രൊമോഷൻസ് മിസ്സിങ്, അങ്ങനെയുള്ള മിസ്സിങ്ങിന് മാത്രം ഉപകരിക്കാവൂ. പിന്നെ 2-ാം തീയതി ഇതുവരെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഇൻവോയ്സ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഏതെങ്കിലും BV കുറവുള്ളത് 2-ാം തീയതി ബില്ല് ചെയ്ത് മാനുവലി ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 2-ാം തീയതി മുതൽ മാനുവൽ ട്രാൻസ്ഫറിങ് ഓപ്ഷൻ ഇല്ല. ഇത് ലാസ്റ്റ് മന്തിലേക്ക് എല്ലാ കറണ്ട് മന്ത് എൻഡിലേക്കും ബിസിനസ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് മന്ത് 1-ാം തീയതി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്ത് ചെയ്യുന്നതിന് ഉപകരിക്കുക. 2-ാം തീയതി മുതൽ കറണ്ട് മന്ത് ബില്ലിംഗ് മാത്രമേ നടക്കുള്ളൂ, പ്രീവിയസ് മന്തിലേക്ക് ബില്ലിംഗ് ഓപ്ഷൻ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ശരിക്കും നല്ല കാര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മന്ത് എൻഡിലെ റഷൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, താങ്ക് യു.